ഹലോ, ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതായത് മെനു. നമ്മളെ മെഗാ മെനു നമ്മൾ ഡെസ്ക്ടോപ്പിൽ പെർഫെക്റ്റ് ആയിരിക്കുന്നു. അതായത് ഫോണ്ട് നമുക്ക് വായിക്കാൻ ഓക്കെയാണ്. അതേസമയം മൊബൈൽ വ്യൂവിൽ എടുക്കുമ്പോൾ മെയിൻ മെനു അത് കഴിഞ്ഞ് വരുന്ന മെയിൻ മെനു അത് കഴിഞ്ഞ് വരുന്ന കളക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സബ് കളക്ഷൻ വളരെ ചെറുതായിട്ട്, അതായത് നമുക്ക് മൊബൈലിൽ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതായത് ഫോണിൻ്റെ ഒരു 12 അത്രയൊക്കെ ചെറുതായി പോകുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ എപ്പോഴും ഒരു ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈലിൻ്റെ റീഡബിലിറ്റി മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഇഷ്യൂ എങ്ങനെ ചെറിയ രീതിക്ക് സോൾവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എഡിറ്റ് തീമിലോട്ട് പോവുകയാണ്. ഇതിൽ എഡിറ്റ് കോഡ്, ഇതിൽ ഓൾറെഡി ഞാൻ ഒരു കോഡ് ഉണ്ട്, അത് ക്ലോസ് ചെയ്തു. ഞാനിപ്പോൾ നമുക്ക് ഫസ്റ്റ് സെർച്ച് നോക്കാനുള്ളത് base.css. അത് ക്ലിക്ക് ചെയ്യുക. അതിലേറ്റവും ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുക. ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് പേസ്റ്റ് ചെയ്യുക, സേവ് കൊടുക്കുക. ഇനി ഞാൻ വീണ്ടും ഒന്ന് നോക്കുവാണ് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഞാൻ അതിന് വീണ്ടുമായിട്ട് വ്യൂ കൊടുക്കുകയാണ്. വ്യൂ ഹൈഡ്, അതിൽ ഇൻസ്പെക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണ്. കാരണം ഞാനിപ്പോൾ കൊടുത്തത് 3 ഫോണ്ടാണ്, അതായത് 20, 18, 16. അതായത് മെയിൻ മെനുവിന് ഫോണ്ട് 20, അതിൻ്റെ അകത്ത് വരുന്നതിന് 18, 16. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കിന്, അതായത് ഫോണ്ട് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 24 വേണം മെയിൻ ഫോണ്ടിന്, അതുപോലെ തന്നെ മെനുവിന് 20 വേണം എങ്കിൽ ഇവിടെ മാത്രം എഡിറ്റ് ചെയ്ത് ഇതേ കോഡ് തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വളരെ വേഗം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.